കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. ആശുപത്രി ഉൾപ്പെടെ ആളുകൾക്ക് നിത്യേന സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഒറ്റപ്പെട്ടു. അതുപോലെ തന്നെ കത്ത് മുഖേന മെയിൽ മുഖേന ജില്ലാ കലക്ടർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ കലക്ടറാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള ധ്വനി വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജില്ലാ കലക്ടർ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സമരസമിതിയെ കഴിവിന്റെ പരമാവധി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചത് സമരം അവസാനിപ്പിക്കുന്നത് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അണ്ടർപാസ് നേടിയതിനു ശേഷം മാത്രമായിരിക്കണം എന്നാണ് എല്ലാവരും ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്, അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നാളെ മുതൽ തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സമരപ്പന്തൽ ഉയരും എന്നുള്ള ഒരു പ്രഖ്യാപനം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം വാഗ്ദാനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി അതിനാണ് ദുരൂഹതയുള്ളത്. അപ്പൊ ഇത് ഈ സമരം അവസാനിപ്പിക്കണം, പോലീസിനെ കൊണ്ട് സമരത്തെ അടിച്ചമർത്തുമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭീഷണി ഈ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജനങ്ങളാണ് ഇപ്പൊ ഈ സമരവുമായി സമരസമിതിയല്ല ഈ ഇവിടെ തടിച്ചുകൂടിയ കാസർകോട്ടെ ജനാവലിയാണ് ഈ സമരം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ജനാവലിയുടെ രോഷത്തിന്റെ മുമ്പിൽ തീർച്ചയായും നമ്മുടെ അധികൃതർ കണ്ണു തുറക്കും. അവർ അടിയറവ് പറയേണ്ടി വരുമെന്ന കാര്യമില്ല. അതിനാണ് ദുരൂഹതയുള്ളത്. അപ്പൊ ഇത് ഈ സമരം അവസാനിപ്പിക്കണം, പോലീസിനെ കൊണ്ട് സമരത്തെ അടിച്ചമർത്തുമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭീഷണി ഈ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജനങ്ങളാണ് ഇപ്പൊ ഈ സമരവുമായി സമരസമിതിയല്ല ഈ ഇവിടെ തടിച്ചുകൂടിയ കാസർകോട്ടെ ജനാവലിയാണ് ഈ സമരം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ജനാവലിയുടെ രോഷത്തിന്റെ മുമ്പിൽ തീർച്ചയായും നമ്മുടെ അധികൃതർ കണ്ണു തുറക്കും. അവർ അടിയറവ് പറയേണ്ടി വരുമെന്ന കാര്യം ഞാൻ MLA എന്ന നിലയിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്ര മന്ത്രിമാരടക്കം ഈ NHAയുടെ ഉത്തരവാദപ്പെട്ട എല്ലാ ആളുകൾക്കും കാസർഗോഡിന്റെ MLA എന്ന നിലയിൽ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നുള്ളിപ്പാടിയിൽ ഒരു അടിപ്പാത വരുമ്പോൾ MLA എന്ന നിലയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് എൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് എങ്കിൽ അത് വ്യക്തമാക്കിയാൽ അതിനും ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ എൻ്റെ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് കാസർഗോഡ് ജില്ലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരുപാട് അടിപ്പാതകൾ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും ഈ വെയിലിൻ്റെ ചൂട് സഹിക്കാൻ പറ്റില്ല എന്ന് അറിയാമെന്നതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഞങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിലായാലും കേന്ദ്രമന്ത്രിമാർക്ക് കൊടുത്ത കത്തിലായാലും ഞങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ NHAയുടെ നിർമ്മാണം നടക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് അടിപ്പാതകൾ അനുവദിച്ചിട്ടുണ്ട്. ആ അടിപ്പാതകൾ അനുവദിക്കുമ്പോൾ ആദ്യമായി പരിഗണിക്കേണ്ടിയിരുന്നത് എങ്കിലും ഒരു സമരമുഖത്ത് ഉണ്ടാകുമ്പോൾ ആ സമരമുഖത്ത് സജീവമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതും സഹിക്കേണ്ടി വരും. അത് സഹിക്കാൻ കൂടി നമ്മളെല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നുള്ളിപ്പാടി അടിപ്പാത അനുവദിക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ധർണ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. കാസർഗോഡിൻ്റെ പ്രിയങ്കരനായ MLA ഈ സമരത്തിൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ അനിൽ ചെന്നിക്കര, ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ, തികച്ചും ന്യായമായ ഒരാവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നുള്ളിപ്പാടിയിലെ പൊതുസമൂഹമാകെ ഈ അടിപ്പാതയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ സമരം.
നമുക്കറിയാം, ഭാരത്മാല പദ്ധതി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ഒരു നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാവുന്നത് ആ നാടിനകത്തുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. തീർച്ചയായും നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിക്കണം എന്ന് തന്നെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെയും ഞങ്ങളൊക്കെയും ആഗ്രഹം. അതോടൊപ്പം ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ രാജ്യത്തിൻ്റെ ആവശ്യമായി ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരാൾ ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം കൂടി നിങ്ങൾ ഉണ്ടാവണം, അതിനുവേണ്ടി ആവണം നിങ്ങളുടെ പ്രവർത്തനം എന്നുകൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഇതിൻ്റെ സമരം ന്യായമായ ആവശ്യം അനുവദിച്ച് കിട്ടുന്നതുവരെ സമാധാനത്തിൻ്റെതായ മാർഗത്തിൽ നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകണം. അറ്റക്കൈ എന്ന നിലയിൽ അത് കിട്ടും വരെ നമ്മൾ ഇതിൻ്റെ ബാക്കിലുണ്ടാകും. അതിന് നമ്മുടെ എല്ലാ ಸಪೋರ್ಟು വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ಅಂಡರ್ ಪಾಸ್ ಅಗತ್ಯವಿದೆ ಅಂತ ಸುಮಾರು 10 ತಿಂಗಳಿಂದ ನಿರಂತರವಾಗಿ ಬೇಡಿಕೆಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದಂತಹ ನಮಗೆ ಇವತ್ತೊಂದು ಧೈರ್ಯದ ಮಾತು ಕೇಳಿ ಬಂದಿದೆ. ಸುಮಾರು ಹಲವು ಅಧಿಕಾರಿಗಳನ್ನ ಭೇಟಿ ಮಾಡ್ತಾ ಇದ್ದ ಸಂದರ್ಭದಲ್ಲಿ ಕನ್ವೀನರ್ ಹಾಗೂ ಚೇರ್ಮನ್ 4 ಜನರನ್ನ ಸೇರಿಸಿಕೊಂಡು ಹಲವು ಅಧಿಕಾರಿಗಳನ್ನು ನಾವು ಕಾಣಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೆವು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೇವಲ 4 ಜನರನ್ನು ಮಾತ್ರ ಸೀಮಿತವಾದ ಅಂಡರ್ ಪಾಸ್ ಎಂಬ ಮಾತನ್ನ ಕೇಳಿ ಬರ್ತಾ ಇತ್ತು. ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಧ್ವನಿ ಎತ್ತಲಿಕ್ಕೆ ಇದರಿಂದ ಸಾಧ್ಯವಾಗಿದೆ. ಯಾಕೆಂದ್ರೆ ಇಷ್ಟು ಜನರನ್ನ ಸೇರಿಸಿಕೊಂಡು ಕಲೆಕ್ಟರೇಟ್ ಮಾಡಲಿಕ್ಕೆ ನಮ್ಮಿಂದ ಸಾಧ್ಯವಾಗಿದೆ. ಯಾಕೆಂದ್ರೆ വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 എത്തുന്നു. കടലിനടിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ? കടലിനടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം. 12,000 ചതുരശ്ര അടി തീർത്ത കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം, ഗ്ലാസ് അക്വേറിയം, ഡിസ്നി മാജിക് ഷോ, ബേഡ്സ് ഷോ, കടൽ കൊട്ടാരം, അമ്യൂസ്മെന്റ് പാർക്ക്, കൂടാതെ നിങ്ങളുടെ നാവിൽ രുചിയൂർന്ന വിഭവങ്ങളുമായി 5,000 ചതുരശ്ര അടിയിൽ തീർത്ത ഫുഡ് കോർട്ട് എന്നിങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലോകോത്തര നിലവാരമുള്ള ഈ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക് ഈ നാട്ടിലെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാസർഗോഡിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാനായി ഇതാ മറ്റൊരു വർണ്ണ പ്രപഞ്ചമെത്തുന്നു. ഒക്ടോബർ 31 മുതൽ കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്ന ആവേശവും ആനന്ദവും ഉണർത്തുന്ന മാജിക് ലാൻഡിന്റെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയിലേക്ക്, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രജ ഈവന്റ് സംഘടിപ്പിക്കുന്ന മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ 2024 കാസർഗോഡിനെ കടലിന്റെ കാണാ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. City Gold, Gold and Diamonds, Kerala and Karnataka.
ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.